സ്വാഗതം. ആദ്യം തന്നെ വീനസ് കിച്ചൻ്റെ ഒരു ഓണാശംസകൾ എല്ലാവർക്കും. നമ്മുടെ ഈ ഓണക്കാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ മലയാളികളും ഏത് സ്ഥലത്താണേലും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അപ്പം നമ്മൾ ഇന്ന് വീടുകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ മത്തങ്ങായും ചേനയും ഏത്തക്കായും ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിലുണ്ടാകുന്ന പരമ്പരാഗത രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ഉള്ളിത്തീയൽ, ഇഞ്ചിക്കറി, അതുപോലെയുള്ള കറികളൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിക്കറി ആദ്യം ഉണ്ടാക്കാമെന്ന് ഓർക്കുന്നത്. ഇഞ്ചിക്കറി ആണെങ്കിൽ 2-3 ദിവസം മുമ്പിൽ നമ്മൾ ഉണ്ടാക്കിയൊക്കെ വെച്ചാലായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഒരു ഇഞ്ചിക്കറി ആദ്യം നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ഇഞ്ചി ഇതുപോലെ നല്ലതുപോലെ തൊലി ചെത്തി കളഞ്ഞിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-15 ചെറിയ ഉള്ളി ഇതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് അത് നമ്മൾ നല്ല വട്ടത്തിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുക്കണം. പുളി നമ്മൾ ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് അലുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വേണം. 1 സ്പൂണ് ശർക്കര ഒന്ന് നമ്മൾ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസ് മതിയാകും. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ എണ്ണയൊന്ന് ഒഴിച്ച് ഒരു 3 സ്പൂൺ എണ്ണ ഉണ്ട്. നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വറക്കണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കണം, എന്നിട്ട് വേണം പൊടിക്കാൻ. അപ്പോൾ ഇത് കോരിയെടുക്കാം. നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ ചെറിയ ഉള്ളി തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കണം. കൂടത്തിൽ പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് 2 വത്തൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. നമുക്കൊരു 1/4 ടീസ്പൂണ് കായം കൂടിയും ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1 സ്പൂണ് ശർക്കര പൊടിച്ചിട്ട് നല്ലപോലെ ചിരണ്ടി വെച്ചിരിക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ തിളച്ച് നമ്മുടെ ഇഞ്ചിക്കറിയുടെ പാകത്തിന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ ഇഞ്ചിക്കറി ഇത് കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഈ കണക്കിന് മതിയാകും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേനൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ഓണത്തിന് ഒരു 3-4 ദിവസം മുമ്പിൽ ഉണ്ടാക്കി വെക്കുന്നത്. ഇതൊരു തോടുകറിയാണ്. അപ്പം നമ്മൾ ഒരുപാട് നീളത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ചാറുകറി ആയിട്ടിരിക്കല്ലേ. അപ്പോൾ മസാല തെളിഞ്ഞ് ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകത്തിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പം നമുക്കിതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.